ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഹംനദേ കണ്ടുപിടിച്ച തലയിൽ ഹെയർ ബാൻഡ് വെച്ചേക്കണത് അപ്പൊ തന്നെ ഊരിട്ടാ. ഇന്നാന്ന് ആർക്കാ കൊടുക്കണേ ഹെയർ ബാൻഡ്? ഉമ്മിക്കാണോ? ഉമ്മി തലയിൽ വെച്ചോളാട്ടാ. അപ്പൊ എല്ലാരും എന്താ പറയുന്നു, സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് ഫുള്ളൊരു ഷോപ്പിംഗ് ദിവസമാണ് കേട്ടോ. അപ്പൊ ഷോപ്പിംഗ് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഈ കുഞ്ഞിപ്പെണ്ണുണ്ടല്ലോ, ഈ കുഞ്ഞിപ്പെണ്ണിന് 1 വയസ്സാവാറായിട്ടുണ്ട്. ഇനി ഏതാനും വിരലിൽ ഉണ്ടാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ ബർത്ത്ഡേക്ക്. അപ്പൊ ഫുൾ ബർത്ത്ഡേ സാധനങ്ങളുടെ ഷോപ്പിംഗ് ആണ്. ഡ്രസ്സ് എടുക്കാനുണ്ട്, ചെരുപ്പ് വാങ്ങിക്കാനുണ്ട്, ആക്സസറീസ് വാങ്ങിക്കാനുണ്ട്, സ്വർണം വാങ്ങിക്കാനുണ്ട്. മൊത്തത്തിൽ ഇന്ന് പൊട്ടുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഇന്ന് ഷോപ്പിങ്ങിന് പോവാനായിട്ട്. കുറെ ദിവസമായി നമ്മൾ ഇങ്ങനെ പോവാനായിട്ട് നടക്കുന്നത്. അപ്പൊ ഫുൾ ഡിലേ ആണ്. പിന്നെ കുറച്ചൊക്കെ ഇക്കാകെ ഡിലേ ആക്കുന്നുണ്ട്, കയ്യിലെ പൈസയൊക്കെ പൊട്ടുമല്ലോ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് ഫുൾ ഷോപ്പിംഗ് ആണ്. ആദ്യം ഓഫീസിലേക്കാണ് പോകുന്നത്. എല്ലാ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് പോവാന്ന് പറഞ്ഞാൽ പോണത്. അവിടെ ചെന്ന് കഴിയുമ്പോ ഓരോരോ കാര്യങ്ങൾ വരും. പിന്നെ മൊത്തത്തിൽ അവിടെ തന്നെ ആവും, ലേറ്റ് ആവും. പിന്നെ ആകെ ഹംനയും മൂഡൊക്കെ മാറും, തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. ഇതൊക്കെ തന്നെ റൊട്ടീൻ. ഹയാസിനാണെങ്കിൽ ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലഞ്ച് ബോക്സ് വീഡിയോ ഒന്നും ഇടണില്ല. ഞാൻ ആകെ ഒരൊറ്റ സ്നാക്ക് ബോക്സ് മാത്രമാണ് കൊണ്ടുപോകുന്നത്. അതാണ് ഞാൻ ലഞ്ച് ബോക്സ് വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പൊ ഹയാസിനെ പഠിപ്പിക്കാനുണ്ട്. വന്നിട്ട് സെക്കൻഡ് ടൈം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനി ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് വേണം ബർത്ത്ഡേയുടെ അടുത്ത പരിപാടികളിലേക്ക് പോകാനായിട്ട്. ഡ്രസ്സ് ഞാൻ ആദ്യം ഡിസൈൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലൊന്നും അങ്ങോട്ട് കിട്ടണില്ല. കിട്ടുമ്പോൾ കൂടുതലെല്ലാം ഈ നെറ്റിന്റെ തന്നെയാണ്. നെറ്റിനോട് വലിയ താല്പര്യം പോരാ. ഇവള് അത്ര കംഫർട്ട് അല്ല നെറ്റിന്റെ ഡ്രസ്സ് ഇടുമ്പോ. ഈ പാർട്ടി വെയർ എന്ന് പറയുമ്പോ പിള്ളേരുടെ ഇപ്പൊ നെറ്റ് തന്നെയാണ്. എന്നാലും അല്ലാത്ത ഏതെങ്കിലും ഒരു മോഡൽ ഉണ്ടോന്ന് കടയിൽ കയറി നോക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ഇനി അങ്ങനത്തെ കിട്ടണില്ല, നെറ്റ് തന്നെ കിട്ടണുള്ളൂങ്കിൽ അത് തന്നെ എന്തായാലും എടുക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ട് വേണം കേക്കിനൊക്കെ ഓർഡർ ചെയ്യാനായിട്ട്. നമ്മൾ വലിയൊരു പരിപാടിയൊന്നും നടത്തണില്ല, എന്നാലും ചെറിയൊരു രീതിയിലൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ലേ കാക? ഇക്കാടെ അഭിപ്രായം എന്താ? അതെ അതെ, ഇക്കാക്ക് വലിയ അഭിപ്രായമൊന്നും ഇല്ല അല്ലേ കാക? ഇക്കാക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. എന്താന്നാവും, ഇക്കാകയുടെ ബർത്ത്ഡേ ഇക്കാക സെലിബ്രേറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ വന്ന പിന്നെയാണ് എന്റെ ബർത്ത്ഡേ ഒക്കെ എല്ലാ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു കേട്ടാ. എന്റെ ഒരു ചെറുതിലേ മുതൽ തന്നെ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാത്തതായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല. എന്തായാലും ഡ്രസ്സ് എടുക്കും, കേക്ക് കുറവാണ്, പക്ഷെ ഡ്രസ്സ് എടുക്കും, മിഠായി എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്കിഷ്ടമാണ്. നമ്മളൊരു സ്പെഷ്യൽ ഡേ അല്ലേ. അപ്പൊ ഇവളുടെ പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. കുറച്ചധികം പ്ലാൻസ് ഒക്കെ ഉണ്ട്. മീൻസ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണേക്കാളും കുറച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വഴിയെ നമുക്ക് എല്ലാവരും കാണാം. ഹംനദേ ഉറങ്ങിയിരുന്നിട്ടാ. ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നേക്കണേ. ആ പിരുക എഴുതേക്കണത് കണ്ടോ ഈ സൈഡില്? ഇച്ചിരി കട്ടിയായി പോയി. കൊള്ളത്തില്ല ഇപ്രാവശ്യം വാങ്ങിച്ച ഇത് കൺമഷി. ഭയങ്കര ഈ മെഴുക് പോലെ ഇരിക്കണം. അതിങ്ങനെ ഒരു സുഖമില്ല, സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ അതൊരെണ്ണം വാങ്ങിക്കണോണ്ട. അപ്പൊ ഇന്ന് ഫുള്ള് നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ആദ്യം ഓഫീസിൽ ചെന്ന് കുറച്ച് ചെറിയ പരിപാടി ഉണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിയൂലേ? 10 മിനിറ്റ് കൊണ്ട് കഴിയണം, ഇറങ്ങണം പ്ലീസ്. എന്നിട്ട് വേണം നമുക്ക് നേരെ പോകാൻ. ഇന്നാണെങ്കിൽ മഴ ദിവസമാണ്. ഭയങ്കര മഴയല്ല, പക്ഷെ ഇങ്ങനെ പൊടിഞ്ഞും ആകാശം അത്ര അങ്ങോട്ട് തെളിഞ്ഞ് നിക്കണില്ല. ഹാപ്പി അല്ല ആകാശം. അപ്പൊ അതിന്റെ ഒരു ചെറിയ മൂടലൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഓഫീസിൽ ചെല്ലട്ടെ ട്ടാ. ഞങ്ങളിത് അങ്ങനെ ഓഫീസിൽ കയറി ഇറങ്ങിയാണ്. അയ്യോ അല്ല, അമ്മയുടെ തല മുട്ടിയെന്ന് തോന്നുന്നു. പിടിച്ച ഞങ്ങളങ്ങനെ ഓഫീസിൽ കയറി 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇറങ്ങിയല്ലോ ഇന്ന്. ഇനി പോവാണ്ട് ഒരു നിവൃത്തിയില്ലല്ലേ എക്സ്പ്രഷൻ. ഹംനയുടെ ഹെയർ ബോയ് എവിടെ? ഹെയർ ബോ എൻ്റെ കയ്യിലാണ്. ഹംനക്ക് വേണ്ട. ഹംന ടാറ്റ കൊടുത്തേ ഓഫീസിന്റെ ടാറ്റ.
നമ്മളങ്ങനെ ആലുവയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പറൂർക്കാവിലെ സിഗ്നല് കിടന്ന് ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്. മഴയുടെയൊക്കെ ആണെന്നാവും. ഹംന ഇവിടെ കളിയിലാണ്. അതിൻ്റെ ഇടയിൽ തലയൊക്കൊന്ന് മുട്ടണം പിടിക്കലൊക്കെ ഉണ്ട്. ഇത് രണ്ടും ഹംനയുടെ കളിപ്പാട്ടങ്ങളാണ്. കാറിൽ സ്ഥിരമായി വെച്ചേക്കുന്ന സാധനങ്ങളാണ്. ഇത് രണ്ടും വെച്ചാണ് ഹംനയുടെ കളി. ഒരു കയ്യിൽ ഹെയർ ബാൻഡും പിടിച്ചിട്ടുണ്ട്. തലയിൽ ഇനി ഹെയർ ബാൻഡ് വെച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നോർത്ത് കൊച്ചു കയ്യെ പിടിച്ചിട്ടുണ്ട്. സമയത്രേ 12:40. വെറുതെ അല്ല, എനിക്ക് വിശക്കുന്നുണ്ട്. ഉൾവിളി വന്നുണ്ട്, വിശക്കണം. ഇനി ചോറ് എന്നിട്ട് ക്ഷീണാവും. അപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഹംനയുടെ കളിക്കുന്ന സാധനമൊക്കെ എന്ത് എല്ലാം താഴെ കളഞ്ഞാ? എല്ലാം കളഞ്ഞിട്ട് ഇരിക്കണ നോക്കി, ഒന്നുമില്ലാത്ത കൂട്ട്. ഹംനയുടെ ഹാപ്പി ബർത്ത്ഡേ ആവാറായി എന്ന് പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ ആവാറായി പറഞ്ഞേ. പറയടി. കണ്ടോ ടവലടിച്ച് വായില്. പുള്ളക്ക് വിശക്കണ്ടിക്കാക. ഞങ്ങക്ക് രണ്ടുപേർക്കും വിശക്കുന്നു. ഹംനയുടെ മുടി കണ്ട, മുടി ഇവിടെ ഒന്നും വളരണില്ല, ആകെ സീനാണ്. ഹംന ദേ ഹംനാനെ വിളിക്കുന്നു. ടാറ്റ പറഞ്ഞേ. ടാറ്റ കൊടുത്ത. ടാറ്റ ഹംന. ടാറ്റ. എന്താ ഏമൊക്കെ പറഞ്ഞ് ഞങ്ങക്ക് തരാണ്ട് എന്തെന്നാ തിന്നത്? മുട്ടക്കറിയാ? എനിക്ക് കിട്ടിയില്ലല്ലോ. ഇടിയപ്പം തേങ്ങാപ്പാലും പഞ്ചസാര ഇറന്നല്ലോ വീട്ടില്. മറ്റേ കോമ്പിനേഷൻ വെച്ച് പറഞ്ഞാണ് ഇടിയപ്പവും മുട്ടക്കറിന്ന്. നല്ല വൈബ്. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീൽ നീ വന്ന കാറ്റാലെ നീരൻ മുകിൽ ചേരുന്ന തലമുട്ടും. ഇങ്ങനെ നിന്നിട്ട് തലമുട്ടിട്ട് കരയും. ഇതാ ഹംനയുടെ മെയിൻ പരിപാടി. ഹംനോ ബാ 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 ബാ. ഉമ്മയുടെ മടിയിലിരിക്കുക. പച്ചോ ഇടരാതിനാനാ കയ്യിൽ കൈ ചേർക്കവേ. നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും ഓഫീസിൽ നിന്നാണെങ്കിലും ആലുവയ്ക്ക് അത്ര ദൂരമൊന്നുമില്ല. പക്ഷെ ഇന്ന് ഈ ഒരു മഴയുടെ ഒരു സംഭവം കൊണ്ടിട്ടും ബ്ലോക്കും സിഗ്നലൊക്കെ കിട്ടിയിട്ട് നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ തായീസിലാണ് വന്നേക്കുന്നത് ആലുവയിൽ. ഇവിടെ കുട്ടികളുടെ ഫ്രോക്കിന് നല്ല രീതിയിലുള്ള കളക്ഷൻസ് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ടൈപ്പൊക്കെ ഇതിന് മുന്നേ ഞാൻ ഒരു തവണ വന്നപ്പോഴും നമ്മുടെ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അന്ന് കിടക്കുന്ന കളക്ഷൻസൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുപോലെ എനിക്ക് സ്ലീവ് ഉള്ള ടൈപ്പ് വേണം എന്നായിരുന്നു കേട്ടോ ഡ്രസ്സ്. അപ്പോൾ അതിന് പറ്റിയത് നോക്കിയപ്പോൾ ഭയങ്കര കളക്ഷൻ കുറവാണ്. കൂടുതലും നെറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് കിടക്കുന്നുണ്ടെങ്കിലും ഒരു ഇറിറ്റേറ്റബിൾ അല്ലാത്തൊരു ടൈപ്പ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഇവിടെ കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നെറ്റ് നോക്കാതെ മറ്റുള്ളതൊക്കെയാണ് നോക്കിയത്. അപ്പോൾ അതിൽ ഭയങ്കര കുറവ്. പിന്നെ കുട്ടികളുടെ ആയതുകൊണ്ട് അവരും പറഞ്ഞു കേട്ടോ കൂടുതലും സ്ലീവ് ഇല്ലാത്ത ടൈപ്പ് തന്നെയാണ് വരുന്നതെന്നുള്ളത്. നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടാ സംഭവം സെറ്റായില്ല. ഡ്രസ്സ് ഞാൻ നോക്കുന്ന ഐറ്റം പോലത്തെ അവിടെ ഇല്ല. അവിടെ ഉണ്ട്, പക്ഷെ എല്ലാം നെറ്റിൻ്റെ കണ്ട മോഡലുകളൊക്കെ തന്നെ, ഒട്ടും വെറൈറ്റി ആയിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇതിന് മുന്നേ ഒരു ദിവസം കയറിയിട്ടുണ്ടായിരുന്ന സെയിം സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കിടക്കണം. അതുകൊണ്ട് പിന്നെ എടുത്തില്ല. ഇനി നമ്മൾ അടുത്ത ഷോപ്പിലേക്കാണ് നമ്മുടെ പര്യടനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ ഡ്രസ്സ് എടുക്കൽ ചെറിയ ശോകാവസ്ഥയിലായി. ഹംനയാണെങ്കിൽ ഇതൊന്ന് ഉറങ്ങിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുക്കൽ നമ്മളൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് സ്വർണ്ണം എടുക്കാൻ പോവാണ്. സ്വർണം എന്ന് പറയുന്നത് വലിയ സാധനമൊന്നുമല്ല. സ്വർണം എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ സാധനമാണ്, നല്ല റേറ്റ് ഒക്കെ ഉണ്ട്. എടുക്കുന്ന ഐറ്റം വലിയ സാധനമല്ല കേട്ടോ. ഒരു ചെറിയൊരു ലോക്കറ്റ് വാങ്ങിക്കാൻ പോകണേണ്. ഹംനയുടെ മാലയ്ക്ക് ലോക്കറ്റ് ഇല്ല, അപ്പോൾ ഒരു ലോക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കയറുന്നത്. നമ്മൾ ആലുവയിൽ തന്നെ ഒരു ചെറിയ കടയിലാണ് കയറുന്നത്. ചെറിയ കടകളിലാണ് കൂടുതൽ കളക്ഷൻസ് ഉണ്ടാവുള്ളൂ ഈ വക സംഭവങ്ങളൊക്കെ ആകുമ്പോൾ. അതായത് വലിയ വെയിറ്റും വേണ്ട, നമുക്ക് ചെറിയ വെയിറ്റിൽ ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇക്കാക്ക് ഇവിടെ കയറണ്ടേ?
സ്റ്റുഡൻറ് മറ്റേ ഇതിനകത്ത്. ആ ശരി. അപ്പം നമ്മളിവിടെ ആലുവയിലൊരു ഷോപ്പിൽ കയറിയിട്ട് നോക്കട്ടെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളത്. നല്ല വില കൂടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. ഇവിടെയാണെങ്കിൽ വണ്ടി ഇടാനൊരു സ്ഥലമില്ല, പണി പാളിയെന്ന് തോന്നുന്നു. എന്നാ വണ്ടി അവിടെ ഇടാം, വണ്ടി ഇടാം, ഇവിടെ ഇടാലോ. ഇതാണിപ്പോൾ ആശാ ജ്വല്ലറി, കണ്ടില്ലേ? ഇവര് നവീകരിച്ച് ഇങ്ങടേക്കാക്കി, അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ഇതിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. തിരക്കുണ്ടല്ലോ. വില കൂടിയാലും സ്വർണ്ണക്കടയിൽ തിരക്കിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ. നമുക്ക് കയറിയിട്ട് നോക്കാം സംഭവം കിട്ടുമെന്നുള്ളത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഹംനയുടെ മാലയ്ക്ക് ഒരു ലോക്കറ്റ് വേണം എന്നുള്ളത്. ഹയാസിൻ്റെ മാലയ്ക്കും ലോക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ ആൺകുട്ടി ആയതുകൊണ്ടും നമ്മൾ ഒരുപാടൊന്നും ലോങ് ടൈം ആയിട്ട് നമ്മൾ ഗോൾഡ് അവന് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോക്കറ്റ് ഒന്നും വേണ്ട എന്നുള്ളൊരു മൈൻഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ക്യൂട്ട് സംഭവങ്ങൾ. എൻ്റെ ഫേവറേറ്റ് ഇതായിരുന്നു കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്ന് പറയണേ. പക്ഷേ ഇക്കാക്ക് ഇത് വാങ്ങിയില്ല. ഇക്കാക്ക് ഈ സ്വർണ്ണത്തിൽ കല്ല് മുത്ത് സംഭവങ്ങളൊന്നും പറ്റില്ല. അതും ഒരു 3-4 കല്ലുണ്ടായിരുന്നു. അത്ര വലിയ വെയിറ്റുള്ള സ്റ്റോണൊന്നും അല്ല. എന്നാലും ഇക്കാക്ക് അത് ഇഷ്ടമായില്ല. ഇക്കാക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു മോഡലാണ് കേട്ടോ ഇഷ്ടമായത്. ഈ ഒരു ടർക്കിഷിൻ്റെ മോഡലാണ് പുള്ളിക്ക് ഇഷ്ടമായത്. ഞാൻ ഏറ്റവും ഒരു ലോ വെയിറ്റിലാണ് നോക്കിയതെങ്കിലും വാങ്ങി വന്നപ്പോൾ 1 ഗ്രാം ആയില്ല. എന്നാൽ അതിൽ തൊട്ട് താഴെയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് തന്നെ മാലയിൽ ആ പുള്ളി ഇട്ട് തന്നു കേട്ടോ. അവിടുത്തെ ആൾ ഇട്ട് തന്നത് ഹംനയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഹംന ഇപ്പോൾ ഭയങ്കര വലിയ പുള്ളിയായിട്ട് അതിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹംനയുടെ കഴുത്തിലേക്ക് അപ്പം തന്നെ അവിടെ വെച്ച് തന്നെ ഇടിച്ചിന്. നമ്മൾ കൊണ്ടുവന്നിനി കൊളുത്തൊക്കെ അകത്തി ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് തന്നെ ഇട്ട് സെറ്റാക്കി വാങ്ങിയത്. സ്വർണ്ണത്തിന് ഇച്ചിരി വില കൂടുതലായിട്ടുള്ള സമയമാണ്, എന്നാലും ഒരു സന്തോഷം. പിന്നെ പെൺകുഞ്ഞാണല്ലോ, അപ്പോൾ എന്തായാലും ഇത് ഭാവിയിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഹംനാക്ക് നമ്മൾ ബർത്ത്ഡേ ആയിട്ട് ആദ്യം തന്നെ ഒരു കുഞ്ഞ് ലോക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. മാലക്ക് ലോക്കറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പം നമ്മൾ ലോക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഹംന അടങ്ങിയിരിക്കെ വലിക്കല്ലേ മോനെ. അപ്പൊ ലോക്കറ്റ് വാങ്ങിച്ച് ഇനി ഹംനാക്ക് ഒരു സ്വർണം കൂടി വാങ്ങിക്കാനുണ്ട്. നമ്മൾ ഭീമേന്നാണ് കേട്ടോ വാങ്ങിക്കണത്. ഭീമയിലേക്ക് പോകും നമ്മൾ ഇവിടുന്ന്. ഇതിപ്പോ ഒരു കുഞ്ഞൈറ്റം, കൂടുതൽ കളക്ഷൻ ഉണ്ടാവണത് കുഞ്ഞു കടകളിലല്ല. അപ്പൊ അതാണ് നമ്മൾ അവിടെ കയറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ മോഡലൊക്കെ ഉണ്ടായിട്ട്. ഇത് ശരിക്കും ഇക്കാക്ക് ഇഷ്ടപ്പെട്ടാണ് എടുത്തേക്കണത്. എനിക്കിതല്ലാട്ട് ഇഷ്ടമായത്. ഞാൻ ഈ ഹാർട്ട് ഷേപ്പാണ് വാങ്ങിക്കാനിരുന്നത്. ഇക്കാക പിന്നെ ഇക്കാന്റെ ഇഷ്ടത്തിന് ഇത് വാങ്ങി. പിന്നെ അബ്ബ വാങ്ങിച്ചു കൊടുക്കുന്നതല്ല, അബ്ബയുടെ ഇഷ്ടത്തിന് ആവട്ടെ എന്ന് ഓർത്തത്. മാലയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പൊ നമ്മളായിട്ട് ഇട്ട് ഇതേണ്ടല്ലോ എന്ന് ഓർത്ത്. പാർക്കിംഗ് ഇല്ല. അവിടുത്തെ ഡയറി ഷോപ്പിൽ കയറാൻ നമ്മൾ അവിടെ ഒരെണ്ണം കണ്ടില്ലേ ഇപ്പൊ? അവിടെ പാർക്കിംഗ് ഉണ്ടല്ലോ, ഇല്ലേ? അവിടെ കയറാം. ഓഫീസിലേക്ക് കുറച്ച് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിക്കണ്ട. അപ്പൊ അതാണ് നമ്മളെ ഓഫീസിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇപ്പൊ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ആകെ നടന്നു നിൽക്കണത് ഇത്രയും നേരമായിട്ടൊരു ലോക്കറ്റ് വാങ്ങിയിട്ടുണ്ട്, സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഭീമയിൽ കയറണം, അടുത്തത് വാങ്ങിക്കണം, ഡ്രസ്സ് എടുക്കണം, ചെരുപ്പ് വാങ്ങിക്കണം. അല്ലേ ഹംന? എന്തൊക്കെ കാര്യമുണ്ട്. ഹംനാക്ക് ഉറക്കം വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കണുണ്ട്. ഇക്കാക്ക് വിശക്കല്ലേ? ഇക്കാക്ക് എന്താ വിശക്കാത്ത? പട്ടിയല്ലേ? ഇക്കാന്റെ ആമാശയും പട്ടി എടുത്തോണ്ട് പോയി എന്നാണ് ഇക്ക പറയണത്. നന്നായിട്ട് വിശക്കണ്ട. ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം ഭീമയിലേക്ക് കയറാൻ, അല്ലെങ്കിൽ അവസ്ഥ വളരെ ശോകമൂകമായിരിക്കും. ഹംനാക്ക് ഉറക്കം വന്നിട്ട് വിശക്കണ്ടെന്ന് തോന്നുന്നു. ഹംനാപ്പ് ഉറങ്ങിയിട്ടാ. ഹംന ഉറക്കത്തിലാണ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറച്ച് ആളായിട്ട് കഴിക്കണം എന്ന് വിചാരിച്ച സംഭവമാണ് കേട്ടോ. പെരുമ്പാവൂർ കല്യാണ വീട്ടിലെ നെയ്ച്ചോറും ഇറച്ചിയും ഇതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോണത്. തിരക്കുണ്ടോ? തിരക്കാണോ? 149 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ഇവിടെ നെയ്ച്ചോറും ഇറച്ചിക്കാവുന്നത്. ബീഫും ഉണ്ട്, ചിക്കനും ഉണ്ട്. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ കല്യാണ വീട്ടിൽ ഈ ദമ്മ് പൊട്ടിക്കുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ, അതാണ് കേട്ടോ എൻ്റെ മൂക്കിലേക്ക് അടിച്ചത്. അൺലിമിറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് റൈസും പരിപ്പ് കറി, അതുപോലെ പപ്പടം, അച്ചാറ്, സാലഡ്, പുളിങ്കറി ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പ്ലേറ്റിലാണ്. നമുക്ക് ബീഫാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ ബീഫ് തരുന്നത് അടിപൊളി ഊണായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നമുക്ക് ആവശ്യത്തിന്
അതിനനുസരിച്ചിട്ട് അവിടുന്ന് വിളമ്പി തരാണ് ചെയ്തത്. അപ്പോൾ ഹംന നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് ഹംനക്ക് ഇപ്പോൾ ഫുഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നല്ല ചൂടോട് കൂടിയിട്ടുള്ള നെയ്ച്ചോറായിരുന്നു കേട്ടോ. പോരാത്തതിന് നന്നായിട്ട് വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡിന്. പരിപ്പറി, സാലഡും പുളിങ്കറി, അച്ചാറൊക്കെ ഇങ്ങനെ നമ്മുടെ ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് കഴിക്കാം. എനിക്ക് തോന്നുന്നു ഈ റൈസിന് നമുക്ക് ബീഫിൻ്റെയും ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ, ഇത്രയും കറികൾ മാത്രം കൂട്ടിയിട്ട്. എനിക്ക് ഫസ്റ്റ് ഒന്നും പുളിങ്കറി അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഇടയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ചധികം കഴിച്ചെന്ന് പറയാം. ഹംനത് നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ നല്ല ഒതുക്കത്തിൽ ഒരു സീറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കംഫർട്ടായിട്ടിരുന്നു. എടപ്പള്ളിയിൽ എത്തിയിട്ടാ ഭീമയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ഇവിടെ പോണ ഡബിൾ ഡെക്കർ ബസ് കണ്ടു ഗൈസ്. ഡബിൾ ഡെക്കർ ബസ്. എല്ലായിടത്തും ക്രിസ്മസ് വൈബും അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, റോട്ടിലും എല്ലായിടത്തും. തുണിക്കടയിലൊക്കെ എല്ലാ ഡ്രസ്സും റെഡും വൈറ്റും മാത്രമാണ് കൂടുതലും സ്റ്റോക്ക് ഇറങ്ങിയേക്കണേ കേട്ടോ. ഹംനാണെങ്കിൽ കറക്റ്റായിട്ട് ക്രിസ്മസിൻ്റെ സമയത്ത് തന്നെ ഡെലിവറി ആയി. ഹംന നല്ല ഉറക്കത്തിലാണ്. ഹംന ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മള് അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് ആ കല്യാണ വീട്ടിലെ ഫുഡിന്റെ സ്മെല്ലുണ്ടല്ലോ, അത് വേഗം അങ്ങോട്ട് അടിച്ചു കയറി. ഞങ്ങള് ഭീമയിലെത്തി, ഭീമയുടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് അല്ലേ. ഫുഡ് കഴിച്ചതന്നെയാണോ ഉറക്കം വന്നത്? ഫുഡ് എങ്ങനെ ഉണ്ടായിക്കാ? ഇക്കാതെ ആ സ്പ്രേ അടിക്കണ്ട, ഇവിടെ മറ്റേതുണ്ട്. ഇക്കാന്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചത് 12 hours ലാസ്റ്റ് ആണ്. ഹംന എഴുന്നേറ്റ്. ഹംന എഴുന്നേറ്റിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി അടിച്ചോ. ഫുഡ് കഴിച്ചിട്ടേ നെയ്ച്ചോറും ബീഫൊക്കെ കഴിച്ചതിൻ്റെ ആണെന്ന് തോന്നണം. കൈ ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് കഴുകി, പക്ഷെ ആ സ്മെല്ല് അങ്ങോട്ട് പോയിട്ടില്ല. കയ്യിലൊക്കെ ഇനി ഭീമയിൽ കയറുമ്പോൾ എല്ലാവർക്കും ഫുഡ് മടക്കും. ആരെങ്കിലും നമുക്ക് വന്നെ മറ്റേ എക്സിക്യൂട്ടീവ് ഈ ഫുഡ് കഴിക്കാണ്ടാണ് വന്നെങ്കിൽ അയാള് ഇടങ്ങേറാവും, കൊതി പിടിച്ച്. ഞങ്ങളെ ഫുഡ് കഴിച്ചപ്പോൾ ഇവിടെ ഉറങ്ങിക്കൊണ്ടിട്ട് ഇവളുടെ പാത്രം ഉണ്ടായിരുന്നു. അപ്പൊ പാത്രത്തിനകത്ത് നെയ്ച്ചോറും പരിപ്പറി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇനി ഇവക്ക് കൊടുത്തിട്ട് അകത്തേക്ക് കയറാം, അല്ലെങ്കിൽ ഇവള് ആകെ പ്രശ്നമാക്കും, വിശക്കെ ഉണ്ടാവും. ഫുഡ് കഴിക്കാം. മാലിട്ടിട്ട് എങ്ങനെയുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട്? നല്ല രസല്ലേ ലോക്കറ്റ് ഇട്ടിട്ട്? അത് നിങ്ങൾക്ക് ഇവിടെ കയറിയപ്പോൾ എന്താ വാങ്ങിക്കാതിരുന്നത്? അതിനുള്ള ഉത്തരവുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്. ചെറിയ കടയിലാണ് കൂടുതൽ കളക്ഷൻസ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഇച്ചിരി കൂടുതലും വെയിറ്റ് ഒക്കെ ഉള്ളതാണ് കണ്ടേക്കണത് നമ്മൾ കയറുമ്പോഴൊക്കെ. അവന് പാത്രത്തെ പടി കഴിക്കണം. അപ്പൊ ഇനി നെയ്ച്ചോറും പരിപ്പറി ഒരു സൈഡിൽ ഒരു ഇത്തിരി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഹായ് മണമനി, വീണ്ടും കഴിക്കാൻ തോന്നുന്നു. ചോറുന്നോ? അപ്പൊ ഇനി ഹംനാക്ക് ഫുഡ് എടുത്തിട്ട് നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം കേട്ടോ, എന്തോന്നാ പർച്ചേസ് ചെയ്യണേന്നുള്ളത്. ഫുഡ് കുറച്ച് കഴിച്ച് ഹംന കുറച്ച് കഴിച്ചിട്ട് വെള്ളം കുടിക്കാണ്. കുറച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ആള് ഉഷാറായിട്ട് കഴിക്കുന്നില്ല, ഉറക്കത്തിന് എഴുന്നേറ്റേൻ്റെ ഒരു ഇതാണ്. ഇനി പോയി വന്നിട്ട് വിശന്നാൽ നമുക്ക് കൊടുക്കാം ഫുഡ് അല്ലേ? പോവാം. ദാഹം ഉണ്ടെന്ന് തോന്നുന്നു, കുറേ നേരമായില്ലേ. വാടി പെണ്ണേ പെണ്ണേ. നമ്മളങ്ങനെ ഹംനയുടെ വയറൊക്കെ ഫില്ല് ചെയ്തിട്ട് നേരെ ഭീമയിലേക്ക് കയറിയാണ്. എടപ്പള്ളിയിലുള്ള ഭീമയുടെ ഷോറൂമിലാണ് കേട്ടോ വന്നത്. ഹംനാക്ക് നോക്കുന്നത് കൊണ്ട് തന്നെ കിഡ്സ് സെക്ഷനിലേക്കാണ് വന്നത്. നേരെ വന്നിട്ട് നോക്കുന്ന സംഭവം എന്തേ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്? നമ്മൾ കൈച്ചെയിനാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ നമ്മൾ കുറേ ഐറ്റംസൊക്കെ നോക്കി. അപ്പോൾ ഇതാണ് ഇക്കാക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്നതിൻ്റെ തന്നെ സെയിം ടൈപ്പ് തന്നെയാണ്, സച്ചിൻ്റെ ചെയിൻ തന്നെയാണ്, സോളിഡ് ടൈപ്പ് ആണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എടുക്കാൻ വന്നതിനേലും കുറച്ചും കൂടിയും വെയിറ്റ് കൂടിയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്വർണ്ണത്തിന് നല്ല റേറ്റാണ്, ബഡ്ജറ്റ് ഓക്കെ ആവും എന്നുള്ളത്. പിന്നെ ഇക്കാക്ക് ഇത് തന്നെയാണ് ഇഷ്ടമായത്. അപ്പോൾ ഇത് മതി എന്നും പറഞ്ഞിട്ടാണ് ഹംനയുടെ കയ്യിലിട്ട് നോക്കിയപ്പോൾ ഓക്കെയാണ്. ഈ ഒരു സച്ചിൻ ടൈപ്പൊക്കെ ആകുമ്പോൾ ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും, അല്ലാത്തതൊന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഇല്ല ഇവരുടെ ഈ ഒരു പ്രായത്തിലുള്ളതിൽ മോഡൽ നോക്കുമ്പോൾ.
സംഭവം. ഫൈനലി നമ്മൾ ആ ഒരു കൈ ചെയിൻ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബില്ല് ചെയ്യാനായിട്ട് കൊണ്ടുപോയേക്കാണ്. ഹംനയുടെ കൈ ചെയിൻ 14th ഡേക്ക് ബ്രദറും വൈഫും കൂടി ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ 2 ദിവസം മുന്നേ അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ടിട്ടാണ് നമ്മൾ മാറ്റി വാങ്ങിക്കാനായിട്ട് വന്നത് കേട്ടോ. ക്രിസ്മസ് മന്ത് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹംനാനൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലൊക്കെ ഒന്ന് കളിപ്പിച്ചു. നിങ്ങൾ മുന്നത്തെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും നമ്മൾ ഭീമേന്ന് ഗോൾഡ് വാങ്ങിക്കാൻ വരുന്നത്. പൊതുവേ ഇക്കാക്കയൊക്കെ ഭീമേന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അങ്ങനെ നമ്മളുടെ കൈച്ചേനൊക്കെ വാങ്ങി. അപ്പോൾ ഇന്ന് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല എന്നാണ് ഞാൻ ഇക്കാലത്ത് പരാതി പറയണത്. അല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. ഞങ്ങളിത് ഭീമേന്ന് ഇറങ്ങിയിട്ട് സുഡിയോയിൽ കയറിക്കണ്ട. സുഡിയോന്ന് ഹയാസിന് എന്തെങ്കിലും വാങ്ങിക്കണം. നമ്മളിപ്പോൾ ഇടപ്പള്ളി തന്നെ ഒബ്രോണിൻ്റെ ഓപ്പോസിറ്റുള്ള സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഹംനാക്ക് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഹയാസിന് വിഷമാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഹയാസിന് എന്തായാലും ഡ്രസ്സ് എടുക്കണം. ഞാൻ പൊതുവേ ഹയാസിന് ഇവിടെ നിന്നാണ് ടീഷർട്ട്സ് എല്ലാം വാങ്ങിക്കാറുള്ളത്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കംഫർട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. ഹയാസിന് ഡ്രസ്സ് എടുക്കാൻ വന്ന് ഞാൻ ആദ്യം തന്നെ പോയത് ഹംനാക്ക് എടുക്കാൻ പറ്റിയ സെക്ഷനിലേക്കാണ് കേട്ടോ. പൊതുവേ ഇവിടെ ഹയാസിന് എടുക്കാൻ വരുന്ന സമയത്ത് എല്ലാം എൻ്റെ കണ്ണ് പോകുന്നത് ഈ ഒരു ഗേൾസിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. ഹയാസിന് വേറെ മോഡൽസ് ഒന്നും ഇല്ലല്ലോ. ടീഷർട്ട് ഉണ്ട്, ഷർട്ട് ഉണ്ട്, ജീൻസ് ഉണ്ട്, ട്രൗസർ ഉണ്ട്, കഴിഞ്ഞു. വേറെ യാതൊരുവിധ ഫാഷനും ഇല്ല. പക്ഷേ ഈ ഒരു ഗേൾസിൻ്റെ സെക്ഷനിലേക്ക് നോക്കിയാൽ ഫസ്റ്റ് തന്നെ കാണുന്നത് പിങ്ക് കളേഴ്സ് ആയിരിക്കും. അതിൻ്റെ തന്നെ വെറൈറ്റി മോഡൽസും അങ്ങനെ ഭയങ്കര ഒരു മോഡസ്റ്റ് വെയേഴ്സൊക്കെ ഒത്തിരി ഇവിടെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഹംനാക്ക് പറ്റിയത് നോക്കാണ്. അതിൽ നിന്ന് ഈ ഒരു കോട്ട് സെറ്റ് നമ്മൾ നോക്കിയിട്ട് അപ്പോൾ അതൊന്ന് ഞാൻ ഇടിച്ച് നോക്കാം. ഇതൊരു ക്രോപ്പ് ടോപ്പും അതുപോലെ ഒരു ട്രൗസറും അങ്ങനത്തെ ഒരു ടൈപ്പാണ് വരുന്നത്, പഫ് സ്ലീവ് ഒക്കെ ആയിട്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു കോട്ട് സെറ്റും കൂടി എടുത്ത് ഹംനാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. കാഷ്വലായിട്ട് യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഞാൻ ഈ ഒരു ക്രോപ്പ് ടോപ്പും കൂടി എടുത്തിട്ടോ. ഇതിൻ്റെ ബാക്കിലാണ് പ്രിൻറ്റ് വരുന്നത്, ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു ഫ്ലവർ മാത്രമേ ഉള്ളൂ. 149 അതുപോലെ തന്നെ 399 കേട്ടോ കോട്ട് സെറ്റിനായത്. ഹയാസിന് ഈ ഒരു ജാക്കറ്റും 2 ടീഷർട്ടും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബില്ലടിക്കാൻ വന്നപ്പോഴാണ് ക്ലിപ്സ് ഒക്കെ കണ്ടത്. ഹംനാക്ക് മുടി അത്ര സെറ്റായിട്ടില്ലെങ്കിലും കണ്ടപ്പോൾ എനിക്ക് ക്ലിപ്പ് എടുക്കാൻ തോന്നിട്ടോ. പിന്നെ ഇവിടെ ഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. 79 റുപ്പീസിന് ഈ ഒരു 3 ടൈപ്പാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. വായോ ഇക്കാക്ക ഒരേ വണ്ടി കാണുമ്പോൾ അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് പോകും. ഇപ്പം ഇക്കാക്ക മെയിനായിട്ട് നോട്ടിട്ടേക്കണ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അത് കാരണം ഇക്കാക്ക അവിടെ സ്റ്റോപ്പ് ആയിരിക്കുന്നു. വാന്ന് വേമാ ഡ്രസ്സ് എടുക്കാൻ പോണ വെച്ചിട്ട് ഡ്രസ്സ് നോക്കി കാറ് നോക്കി വരാണ്. ഹയാസിനും ഹംനാക്കും കിട്ടി. പക്ഷെ ഹംനാക്കുള്ള പാർട്ടി വെയർ ഇട്ടിട്ടില്ല. അത് നോക്കിയപ്പോൾ ഞങ്ങളങ്ങനെ സുഡിയോന്ന് ഡ്രസ്സ് എടുത്ത് വേറെ കടയിൽ ഒരെണ്ണത്തിൽ കയറിയിട്ടോ. അവിടെ കയറിയപ്പോൾ അത്ര സെറ്റായില്ല, ഡ്രസ്സൊന്നും അത്ര സെറ്റില്ല. ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇക്കാര്യം അങ്ങോട്ട് പോയിട്ടുണ്ട് സർവത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. ഹലോ ഗൈസ്, അപ്പൊ ദേ നിങ്ങൾ ഇതിന് മുമ്പ് കണ്ട പാർട്ട് നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്തതാണ്. ഇന്നലെ നമ്മൾ ഡ്രസ്സ് എടുക്കാനും സ്വർണ്ണം എടുക്കാനും എല്ലാ പരിപാടികൾക്കായിട്ടും ഒരു ഫുൾ ഡേ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. പക്ഷെ എന്താ പറയാ, നമുക്ക് ഡ്രസ്സ് മാത്രം കിട്ടിയില്ല. കുറേ കടയിൽ കയറി. കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഞാൻ വീഡിയോയിലൊന്നും എടുത്തില്ല. നമ്മൾ സ്റ്റുഡിയോന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒത്തിരി കടയിൽ കയറി. കിഡ്സിന്റെ കടയിൽ കയറി, പിന്നെ അല്ലാത്ത ഈ സിറ്റി സിൽക്സ് അങ്ങനെ കുറെ കടകളിലൊക്കെ കയറി. എല്ലാം ഇതും കൂടി ഉള്ളിടത്ത് കയറി. ഒന്നും മനസ്സിന് പിടിച്ചത് കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഇറങ്ങിയേക്കാണ്. ഇന്ന് എന്തായാലും സെറ്റ് ചെയ്തേ മതിയാവും. കാരണം നമുക്കിനി ദിവസങ്ങളില്ല. നമുക്ക് ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ട് വേണം കേക്കിന് കൊടുക്കാൻ. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ആകെ 2 ദിവസം ഉണ്ട് കയ്യില്.
എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ശരിക്കും നമുക്കിത് ഡിസൈൻ ചെയ്യിച്ചാൽ മതിയായിരുന്നു. കടകളിൽ കിട്ടും എന്നുള്ളൊരു ഒരു എന്താ പറയാ, ഒരു വ്യഗ്രത, ഒരു ആഗ്രഹം കൊണ്ടിട്ട് കിട്ടുമെന്ന് വിചാരിച്ചു ഞാൻ കടകളിൽ. അപ്പൊ കടകളിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യിക്കാണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി അതൊരു ബിഗ് മിസ്റ്റേക്ക് ആയിരുന്നു എന്നുള്ളത്. എന്തായാലും നമ്മള് ഇന്നും ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ആലുവ, എടപ്പള്ളി അവിടെ വരെ കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പെരുമ്പാവൂർ സൈഡിലേക്കാണ് പോണത്. എന്തായാലും നമ്മൾ ഇനി പാർട്ടി വെയർ പോലെ കിട്ടിയില്ലെങ്കിലും അല്ലാത്ത ഒരു മോഡസ്റ്റ് വെയർ ആയിട്ടാണെങ്കിലും എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് പോണത്. ലെറ്റ്സ് സീ എന്തായിരിക്കും എന്നുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ബ്ലോക്കിൽ കിടക്കാണ്ട. ഇന്നും ഈ സമയത്ത് മഴയുണ്ട്. ഇന്നലെ ഇറങ്ങിയപ്പോൾ മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വൈകിട്ടായപ്പോഴേക്കും ആകെ തെളിഞ്ഞ് നല്ല മൂഡായിട്ടുണ്ടായിരുന്നല്ലേ. ആ മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴേ വീണ്ടും മഴയുടെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് എന്തായാലും ഡ്രസ്സ് എടുത്തേ മതിയാവും. അമ്മ ഇവിടെ സെറ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇന്നിപ്പോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടോ പോണത്, അല്ലെങ്കിൽ അതെല്ലാം പെൻഡിങ് വരും. പിന്നെ ഇടങ്ങേറോ ആകെ കൊച്ചിനെ കൊണ്ടൊക്കെ പോയിട്ട് ഞങ്ങള് വണ്ടിയിലിരിക്കണേക്കാ പള്ളിയിൽ പോണ സമയത്ത്. അപ്പൊ ആകെ കൂടി പ്രശ്നമാവുന്നോണ്ട് ഇന്ന് നമ്മള് പള്ളിയിൽ നിന്ന് ഇറങ്ങി സെറ്റ് ചെയ്തിട്ടാ പോണത്. ഇന്നലെന്ന് വെച്ചാൽ പിന്നെ ഹയാസിന് ഞാൻ പറഞ്ഞില്ല എക്സാം നടക്കണോണ്ട് നേരത്തെ വീട്ടിലെത്തണമായിരുന്നു. നേരത്തെ 8 മണി ആയി. എന്നാലും എത്തിയപ്പോ ഒരുപാട് അലയാൻ പറ്റില്ല. വീണ്ടും കടയിൽ കയറി അലയാ, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് വാങ്ങിക്കാം, അങ്ങനത്തെ ഒരു സംഭവം പറ്റിയില്ലായിരുന്നു. ഹംന ഇവിടെ വരൂ. അവനിക്ക് എക്സാം നടക്കണോണ്ട് പഠിപ്പിക്കാനൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഫ്രൈഡേ, ഇനിയിപ്പോ നാളെ മറ്റന്നാളൊന്നും എക്സാമും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ സമാധാനമുണ്ട്, കുറച്ചൊരു സമാധാനം ഉണ്ട് അവന്റെ കാര്യത്തില്. അപ്പൊ ഇന്ന് നമുക്ക് ഡ്രസ്സ് എന്തായാലും സെറ്റ് ചെയ്യണം, നോക്കാം എന്തായാലും. ഹംന ഇവിടെ എന്റെ മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി നിന്ന് കളി തുടങ്ങിയിട്ടുണ്ട്. ഓരോ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു. എന്തുവാ വീൽ സ്ക്വാഡ്, അടിപൊളി. അവിടെ ഉണ്ടല്ലോ ആ ബിൽഡിംഗ്. നമ്മളിതേ ആദ്യത്തെ കടയില്ല ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് കേട്ടാ. 2nd ഫ്ലോറിലാണെന്നാ പറഞ്ഞത്. കഴിഞ്ഞു പോയി. ഹംനാക്ക് ലിഫ്റ്റിൽ കയറുമ്പോ പേടിയാണ്. ഹംന ഇവിടെ പാർട്ടി വെയറിന് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊരു മനസ്സിന് പിടിച്ചൊരു കളറോ അല്ലെങ്കിൽ ആ ഒരു മോഡലോ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ നെറ്റിൻ്റെ തന്നെ സ്ലീവ്ലെസ് ആയിട്ടും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ 1 സൈഡ് സ്ലീവ് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള വർക്ക് അങ്ങനത്തെയൊക്കെയാണ് കൂടുതലും കണ്ടത്. എനിക്കിത് മനസ്സിന് പിടിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ടും തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് വലിച്ചു വാരി ഇടിച്ചിട്ട് നമ്മൾ എടുക്കാണ്ട് പോരുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥയാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിന് പിടിക്കാണ്ട് എടുത്താലും എനിക്ക് അത്ര സെറ്റാവുമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കയറി ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫുള്ളിങ്ങനെ ബോക്സിൽ എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഓരോന്നും എടുത്ത് വെക്കണം. മറ്റേത് ഇങ്ങനെ ഹാങ്ങറിൽ ഇടുമ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹാങ് ചെയ്തിടുമ്പോൾ നമുക്കത് നോക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണല്ലോ. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും നമ്മൾ ഇവിടെ നിന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല. മനസ്സിന് സെറ്റാവാത്തതുകൊണ്ട് മനസ്സിന് പിടിച്ച് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങാണ്. ഇവിടെ എല്ലാം കിട്ടുമോ? നമ്മള് ഇപ്പൊ ഒരു കടയിൽ എത്തിയിട്ടുണ്ട്. പിള്ളേരുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റയിൽ അത്യാവശ്യം കളക്ഷനൊക്കെ കാണുന്ന കടയാണ്. എന്താണ് അവസ്ഥ എന്നുള്ളത് ഉള്ളിൽ കയറിയിട്ട് അറിയാം കേട്ടോ. വാ നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ വന്നേക്കുന്നത് BT ജൂനിയേഴ്സ് എന്ന് പറഞ്ഞ് പെരുമ്പാവൂരുള്ള കിഡ്സിന് മാത്രമുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം പാർട്ടി വെയർ കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നെറ്റിൻ്റെ തന്നെയാണ് ഭംഗി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ നെറ്റ് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട ഒരു 2 മോഡൽ നമ്മൾ ഹംനാനെ വെയർ ചെയ്യിച്ച് നോക്കുകയാണ് ഇതിലേത് വേണം എന്നുള്ളത്. ഹംനാക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ തന്നെ തുടങ്ങിയിട്ടോ കരച്ചിലും ബഹളവും എല്ലാം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ഈ ഒരു കുഞ്ഞി പൈതലിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇത്ര മാത്രം കയറി ഇറങ്ങണമെന്നുള്ളത്. നമ്മുടെ മനസ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ നമുക്ക് എന്തിനേക്കാളും വലുതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങനെ കയറി ഇറങ്ങാനായിട്ട് തീരുമാനം എടുത്തത് കേട്ടോ. ഹംനാക്ക് ഒരു ഉറക്കമുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ അത് സെറ്റാവാത്തതിൻ്റെയാണ് കൂടുതലായിട്ടും കരയുന്നത്. അതിപ്പോൾ ഞാൻ അവളെ ഒന്ന് മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടുത്തെ ആളുകളെയൊക്കെ കാണുമ്പോൾ അവൾ കുറച്ചും കൂടിയും കരയുന്നുണ്ട്. ഞാൻ എടുത്തുകൊണ്ട് നടക്കാനുള്ളൊരു വാശിയൊക്കെയാണ്. എന്തായാലും ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത്
തീർച്ചയായും കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്സും കൂടിയാണ് വെയറേജ് നോക്കിയത് കേട്ടോ. ഇതിലേത് ഡ്രസ്സാണ് ഞാൻ എടുത്തതെന്നുള്ളത് നമ്മളുടെ ബർത്ത്ഡേ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അങ്ങനെ കുറച്ച് അധികം നമ്മൾ കയറി ഇറങ്ങി തപ്പി അന്വേഷിച്ചെങ്കിലും നമുക്ക് ഫൈനലി നമ്മുടെ മോൾക്ക് ബർത്ത്ഡേക്ക് പറ്റിയ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും കിട്ടിയിട്ടോ. ഇതും ഇക്കാകാൻ്റെ തന്നെ സെലക്ഷനാണ്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഹംനയുടെ എല്ലാ സംഭവങ്ങളും ഇക്കാക തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോന്നിട്ട് നേരെ നമ്മളൊരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ അതിലേറെ കളക്ഷൻ കേട്ടോ. പെൺകുഞ്ഞുങ്ങളുടെ ചെരുപ്പിന് ഇത്ര മാത്രം സെലക്ഷൻ, അതും 0 സൈസ്. ഇവരുടെ ഒരു സൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഇത് മുതലുണ്ട് കേട്ടോ. അതും എല്ലാത്തിൻ്റെ ഏത് മോഡൽ കാണിച്ചാലും അതിനെല്ലാം സൈസ് ഇവർ തരാൻ തയ്യാറാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് ഡ്രസ്സ് ചൂസ് ചെയ്തതുകൊണ്ട് വൈറ്റ് കളർ തന്നെ നമ്മൾ ഷൂസും എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വൈറ്റ് കളർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റിൻ്റെ തന്നെ 1-2 പീസല്ല അവിടെ ഉള്ളത് കേട്ടോ. ഒരു 10-18 പീസ് ഒരു വൈറ്റ് കളർ തന്നെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും വരുന്നുണ്ട്. പെരുമ്പാവൂരുള്ള ഫേമസ് എന്ന് പറഞ്ഞ ഷോപ്പാണ് കേട്ടോ. ഓപ്ഷൻസ് വെഡ്ഡിങ് കളക്ഷൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഈ ഒരു ഫേമസ് ഫുഡ് വെയർ. അവിടെ നിന്നാണ്, ഇതൊരു കടയുടെ പ്രൊമോഷനൊന്നും അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമായിട്ടോ കളക്ഷൻസ് കണ്ടിട്ട്, അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നു എന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഫൈനലി ഈ ഒരു ചെരുപ്പാണ് എടുത്തത്. അങ്ങനെ നമ്മളുടെ 2 ദിവസത്തെ തപ്പലിന് ശേഷം ഇന്ന് ഡ്രസ്സും കിട്ടി. അങ്ങനെ ഡ്രസ്സ് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ തിരിച്ചു വരും വഴി ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹംന ഉറങ്ങുന്നതുകൊണ്ട് കാറിൽ തന്നെയാണ് ഇരുന്നത്. ടെൻഡർ കോക്കനട്ടിൻ്റെ ജ്യൂസായിരുന്നു കേട്ടോ. അത് ഫ്രഷായിട്ട് അവർ ആ ഒരു സ്പോട്ടിൽ അടിച്ച് തന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു ഡ്രസ്സും നമ്മുടെ സംഭവങ്ങളൊക്കെ കിട്ടിയതിൻ്റെ ആ ഒരു സമാധാനത്തിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടിരുന്നാണ് ഞാൻ ഈ ഒരു ജ്യൂസ് കുടിച്ചത്. ഹംന ഉറങ്ങിയതുകൊണ്ട് പിന്നെ ഹംന കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ച് കാറിലിരുന്ന് നന്നായിട്ട് ഈ ജ്യൂസ് കുടിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. ഇക്കാക്കും എനിക്കും ഒരേപോലെ സംഭവം ഇഷ്ടമായി. അപ്പം ഈ ഒരു 2 ദിവസം നമ്മൾ കുറച്ചധികം അലഞ്ഞ് തിരിഞ്ഞെങ്കിലും നമുക്ക് കിട്ടേണ്ട സാധനങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി എന്നുള്ളൊരു മാനസിക സന്തോഷമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഇതിൻ്റെ പുറകെ നടന്നത് കേട്ടോ. ചിലപ്പോൾ കാണുന്നവർക്ക് ഒന്നും അല്ല എന്ന് തോന്നാം, അത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. എന്തായാലും നമുക്ക് ഇതൊക്കെയാണ് നമ്മളുടെയൊക്കെ സന്തോഷം. ഞങ്ങളെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സെയിം പിച്ചടിക്കാമല്ലോ. അങ്ങനെ നമ്മൾ കരിക്കിൻ്റെ ജ്യൂസൊക്കെ കുടിച്ച് ഇനി നമ്മൾ നേരെ വരുന്നത് ഹംനക്ക് ഇതിന് മാച്ച് ചെയ്തിട്ട് കുറച്ച് വളയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കുഞ്ഞു ആക്സസറീസ് ഒക്കെ എടുക്കണം. അപ്പോൾ ഒരു ഹെയർ ബാൻഡ് എടുക്കണം എന്നുണ്ട്, എടുക്കണ്ടെന്നുണ്ട്. കാരണം അവളുടെ പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു ഹെയർ ബോ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മതി എന്നാണ് ഇക്കാകാൻ്റെ അഭിപ്രായം. അങ്ങനെ നമ്മളിതേ ആലുവയിലുള്ള ഓറഞ്ച് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ വളയൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ അവിടുത്തെ ചേച്ചി ഇങ്ങനെ ഇടിച്ച് നോക്കുന്നുണ്ട്. ഹംന അപ്പം നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവളുടെ സൈസാണ് ഫസ്റ്റ് നോക്കിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ 2 സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ 2 സൈഡിലിടാനായിട്ട് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സെറ്റും കൂടി, ഒരു 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വളയൊക്കെ സെറ്റ് ചെയ്ത് ഹെയർ ബോ വാങ്ങിയില്ല. പിന്നെ നമ്മൾ നേരെ വന്നത് ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കിറ്റായിട്ടാണ് നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് കർട്ടൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ബാനറും സ്റ്റാർ ബലൂണും അല്ലാത്ത നോർമൽ ബലൂണും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗോൾഡനും ബ്ലാക്കും ആണ് കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ നമ്മളുടെ മോളുടെ ഡ്രസ്സ് വൈറ്റ് ആയതുകൊണ്ട് വൈറ്റും ഗോൾഡനും ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന തീം. അപ്പോൾ അതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസും സംഭവങ്ങളെല്ലാം വാങ്ങി. എല്ലാ കടകളിലും പൊതുവെ ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ബർത്ത്ഡേ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ചാനലിൽ കയറിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളിത് വീട്ടിലെത്തി. നമ്മുടെ 2 ദിവസത്തെ പ്രയാണങ്ങളായിരുന്നു. ഷോപ്പിംഗ് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എടുത്ത സംഭവങ്ങളെല്ലാം. അപ്പം ഡ്രസ്സും ഗോൾഡും ചെരുപ്പും ഡെക്കോറും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ബർത്ത്ഡേ പരിപാടികളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.